ഹലോ എൻ്റെ പിള്ളേരെ, ഇന്ന് നമുക്ക് ഇത്തിരി ബീഫ് വരട്ടിയതും കപ്പ ഉണ്ടാക്കിയാലോ. ബീഫൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞ് വാരി ഒരു കുക്കറിലോട്ടിട്ട്, എന്നിട്ട് അതിലോട്ട് 1 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ നന്നായി ചേർത്തിട്ട്, തൈരുണ്ടെങ്കിൽ കുറച്ച് ഒഴിക്കാൻ എൻ്റെ ഇല്ലായിരുന്നു കേട്ടോ. കൈ കൊണ്ട് നന്നായിട്ട് നെരടി യോജിപ്പിച്ചിട്ട്, പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി, അതിന് അങ്ങനെ അളവൊന്നും കുറച്ച് മതി കേട്ടോ, ഒരു നേരത്തിന് വേണ്ടിയിട്ട്. അത് വെച്ചിട്ട് 4-5 വിസിലിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ബീഫിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം വൃത്തിയാക്കി എടുക്കുക. നമ്മൾ കുഞ്ഞുള്ളി മാത്രമായിട്ട് നമ്മൾ ബീഫ് കറി വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. സവാള ഞാൻ ഇടത്തേ ഇല്ല. നല്ലോണം എണ്ണ ഒഴിച്ചിട്ട് നല്ലതായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുച്ചുള്ളിയും എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്ത് കേട്ടോ. എന്നിട്ട് അതിലോട്ട് പൊടികളായിട്ട് ചേർത്തിട്ടുള്ളത് 2 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടിയും ബീഫ് മസാലയും ആവോളം കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നിർത്തി അങ്ങോട്ട് വരട്ടിയെടുത്ത് കേട്ടോ. അതിങ്ങനെ നല്ല പുട്ടുപോലെ വേവുന്ന കപ്പയുടെ കൂടെ ചേർത്ത് അങ്ങോട്ട് കഴിക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവരെയും കൊത്തിപ്പിച്ച് വിശ്വസിക്കുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ, സീ യു.